ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കക്കയിറച്ചി മുളക് കറിയാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇപ്പം ഞാൻ കക്കയിറച്ചി ഒരു 400 ഗ്രാം കക്കയിറച്ചി ഉണ്ട്. ഇതെല്ലാം കഴുകി നന്നായിട്ട് 5-6 പ്രാവശ്യം ഒലച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡിലൊരു അഴുക്കുണ്ട്. ഇതിന് ഇങ്ങനത്തെ ഒരു അഴുക്കുണ്ട്. ഇത് മുഴുവൻ കളഞ്ഞു വേണം വയ്ക്കാൻ. ഇത് മുഴുവൻ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാനത് കാണിക്കാൻ വേണ്ടി 2 എണ്ണം മാറ്റി വെച്ചതായിരുന്നു. ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരും. അങ്ങനെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് സാമാന്യം വലിയ കക്കയിറച്ചിയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സാധാരണ കക്കയിറച്ചി എല്ലാവരും പുഴുങ്ങി ഊറ്റിയാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ പുഴുങ്ങി ഊറ്റുന്നില്ല. ഈ കക്കയിറച്ചി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പാനിലേക്ക് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട. തിളച്ച് വരുമ്പോൾ നല്ലതായിട്ട് വെള്ളം വന്നോളൂ അതിൽ നിന്ന് തന്നെ. ആ വെള്ളം വറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇവിടെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഒരു ചീനച്ചട്ടി. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന കക്കയിറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒലിപ്പിക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാകും. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അതായത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഇതിനകത്തുനിന്ന് നന്നായിട്ട് ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത്രയും വെള്ളം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ തിളച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്നുകൂടെ കൂട്ടി വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. അത്രയും നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കക്കയിറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഇതിൽ അവശേഷിക്കുന്നില്ല. ഇനി നമുക്കിത് കറി എങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു ഫ്ലെയിം ഓണാക്കി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. 2 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു.
സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തക്കാളി, ഒരു 3 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം സൈസിൽ. ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കും. വീണ്ടും ഈ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമ്മളൊരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട്, സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ വരെ, അര ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ നമുക്ക് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകണം നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിനാണ് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര സമയം ലോ ഫ്ലെയിമിലായിരുന്നു ഇടുന്നത്. നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു 2 ഗ്ലാസ് വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇത് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരുന്നതൊരു മൂടി വയ്ക്കാം. ഇപ്പോൾ നമുക്കിന്ന് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ മസാലയെല്ലാം. ഈ സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന വേവിച്ച് വെച്ചിരുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വേവിച്ച് വെച്ചിരുന്ന കക്കയിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സമയത്തേക്ക് ഉപ്പൊക്കെ മതിയോ നോക്കണം. ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇരുന്ന് തിളച്ചൊന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിം വെച്ചിരുന്നതാണ്. കക്കയിറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ വറ്റി നല്ല കറക്റ്റ് കറിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് മതിയോന്നും മസാലയൊക്കെ മതിയോന്ന് നോക്കണം. എരിവൊക്കെ മതിയോന്ന് നോക്കണം. ഉപ്പും എരിവും മസാലയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കക്കയിറച്ചി മുളക് കറി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരുടെയും അഭിപ്രായം, വിലയേറിയ അഭിപ്രായം ഒന്ന് അറിയിക്കണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്.